രാവിലെ തന്നെ മൂന്നാർ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പോകണം, റെഡി ആവണം എന്നെല്ലാം ആയിരുന്നു വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അലാറം അടിച്ചതുപോലും അറിഞ്ഞില്ല, ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഒരു 6 മണിയായപ്പോൾ എണീറ്റു, റെഡി ആയിട്ട് 7 മണിയാകുമ്പോഴെങ്കിലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോനു ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ സാധനം എല്ലാം വണ്ടിക്കകത്ത് കയറ്റി ഞങ്ങൾ റെഡി ആയിട്ട് വണ്ടിയിൽ കയറിയിരുന്നു. മൂന്നാറും വട്ടവടയൊക്കെ ഭയങ്കര തിരക്കാണെന്നും ഇപ്പോഴാണെങ്കിൽ സീസൺ സമയമായതുകൊണ്ട് അങ്ങോട്ട് വണ്ടി വിടത്തില്ല എന്നെല്ലാം കണ്ട് അതെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ മൂന്നാർ പോകുമ്പോൾ അതിനൊരു ത്രില്ലിങ് വേറെ അല്ലേ, അതറിയാൻ വേണ്ടിയാണ്. കറക്റ്റാണോ എന്ന് നമുക്കറിയണമല്ലോ, അതുവേണ്ടി മാത്രം പോവല്ല, നമുക്ക് സ്ഥലങ്ങൾ കാണാം, നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് നേരെ നമ്മുടെ നൂറിനാട് മൂൺലൈറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് രാവിലെ. ഞാനാണെങ്കിൽ പൊറോട്ടയും കഴിച്ച്, സോനു എന്തായിരുന്നു ദോശയോ, നന്ദു ദോശ കഴിച്ചു, ഞാൻ പൊറോട്ടയാണ് കഴിച്ചത്. അങ്ങനെ നേരെ ഇരുന്നപ്പോൾ അവിടുന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളെല്ലാം മേടിച്ച്. നന്ദു ആണെങ്കിൽ പോരരുത്, ഞാൻ ഓരോന്ന് തരുമോ എന്ന് വെച്ചിട്ട് അവൾ തന്നില്ല. എന്താണെന്നറിയത്തില്ല, കുട്ടിക്ക് അമ്മയുടെ ഒരു സ്നേഹമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അവൾ എനിക്ക് തന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ട്രിപ്പ് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിൻ്റെ അടുത്ത ലക്ഷ്യം ഉറങ്ങുക എന്നാണ്. ഞാനാണെങ്കിൽ ഒരു തലാണ എടുത്ത് നമ്മുടെ കാറിനകത്ത് ഇട്ടിരുന്ന് പോകുന്ന വഴിക്ക് സോനുവിനോ നന്ദുവിനോ ഒക്കെ ഉറങ്ങുവാണെങ്കിൽ കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ അടുത്തായില്ല, കുറച്ച് ആവാറായപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ എന്നോർത്ത് നല്ല അടിപൊളി ഫുഡ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കിഡിലും ഫുഡ് കഴിച്ചിട്ട് നേരെ പോയപ്പോൾ നമ്മുടെ മുളയരി പായസം. നിങ്ങൾ ആരെങ്കിലും മൂന്നാർ വഴി പോകുന്നവരുണ്ടെങ്കിൽ ഈ മുളയരി പായസം മസ്റ്റ് ട്രൈ ആണ്. അത്രയും കിടിലം ടേസ്റ്റാണ്. ഞാൻ 2 വട്ടം മുളയരി പായസം കുടിച്ചിട്ടുള്ളൂ. അത് 2 മൂന്നാർ ഭാഗത്തുനിന്ന് തന്നെയാണ്. നമ്മൾ പോകുന്നിടത്തൊക്കെ നല്ല കോടയൊക്കെ വന്ന് കണ്ട മഞ്ഞൊക്കെ പെയ്ത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയ വഴിക്കൊന്നും എല്ലാവരും പറഞ്ഞു ഭയങ്കര തിരക്കാണ്, അവിടെ അങ്ങോട്ട് ചെല്ലത്തില്ല. ഞാൻ കുറേ വീഡിയോസിൽ അത് തന്നെയാണ് കണ്ടത്. പക്ഷെ കണ്ടില്ലേ, നമ്മൾ പോകുന്നിടത്ത് യാതൊരു തിരക്കുമില്ല. കുറേ ഭാഗത്തേക്ക് റോഡ് പണിയായിരുന്നു. നമ്മൾ കണ്ട് ഇതാണ് നമ്മളെടുത്ത റൂമും കാര്യങ്ങളും. നമ്മുടെ റിസോർട്ടല്ല, ഒരു റിസോർട്ടൊക്കെ പോലെ തന്നെയാണ്, കുഴപ്പമില്ലായിരുന്നു. നമ്മൾ തന്നെ നൈറ്റ് ഒരു 7 മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ ഇറങ്ങി വെളിയിൽ. നമുക്ക് അവിടെ എല്ലാം കാണാം. പിന്നെ ആണെങ്കിൽ വലിയ തണുപ്പില്ലാന്ന് വിചാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു സോനു കോട്ടൊന്നും എടുത്തില്ല. അവൾക്ക് കോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് സാധനം എല്ലാം മേടിച്ചിട്ട് തൻ്റെ റൂമിൽ വന്ന് കഴിയുമ്പോൾ കണ്ണാടി കണ്ടാൽ നമ്മൾ വെറുതെ വിടരുതല്ലോ. നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത്. ഇന്ന് ആ തണുപ്പത്ത് നിന്നുകൊണ്ടല്ലോ നമുക്ക് നാട്ടിൽ തിരിച്ചു വരാൻ തോന്നുന്നില്ല. ഞാൻ പിന്നെ കോട്ടൊക്കെ മാറി ഒന്ന് ഫ്രഷപ്പായിട്ടൊക്കെ വന്ന്, കാരണം ഫുഡ് കഴിക്കണ്ടായോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് അടുത്തത്. സോനു അപ്പുറത്തെ റൂമിലായതുകൊണ്ട് നമ്മൾ ഫുഡെല്ലാം അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീഡിയോ ഇവിടെ ക്ലിപ്പ് മിസ്സായിപ്പോയി കേട്ടോ. ഞങ്ങൾ പിന്നെ രാവിലെ എണീറ്റൊന്ന് പുറത്ത് പോയി. ഞാനാണെങ്കിൽ ചായയും ഫ്ലാസ്കിൽ നല്ല ചൂടുവെള്ളവും മേടിച്ച്, നന്ദുവിന് ചൂടുവെള്ളവും മിനറൽ വാട്ടറും കൂടെ ഡൈല്യൂട്ട് ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ അവൾക്ക് തണുപ്പും ഒന്നും ഒരു വിഷയമേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ എണീറ്റ് കുളിക്കുന്നതൊക്കെ കാണാം. ഇനി തണുപ്പൊന്നും അറിയത്തില്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് രാവിലെ ഒരു 9:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. കാരണം ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം വട്ടവട. എല്ലാവരുടെയും വട്ടവടയിൽ എന്താണെന്ന് അറിയാണ്ടതുകൊണ്ട് ഞാൻ 2ാമത്തെ വട്ടം മൂന്നാർ പോകുന്നത്. അതുകൊണ്ട് വട്ടവട സ്ട്രോബെറി തോട്ടം ഉണ്ടെന്നും നമ്മളവിടെ പോയിട്ടുള്ളതുകൊണ്ടും അറിയാം. പക്ഷേ ഇപ്പോഴത്തെ റീൽസും അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ തുറക്കുമ്പോഴേ വട്ടവട അയ്യോ, അത് കാണുമ്പോൾ തന്നെ വീണ്ടും നമുക്ക് ചെല്ലാനുള്ളൊരു ആക്രാന്തമില്ല. ആ ആക്രാന്തം തന്നെയായിരുന്നു എനിക്ക് ഇപ്പോഴും. ആദ്യം നമ്മൾ പെട്രോൾ എണ്ണ അടിച്ച് നിറയ്ക്കുക, കാരണം വട്ടവടയിലോട്ട് പോകുന്നിടത്ത് ഒന്നും പെട്രോൾ പമ്പില്ല. മൂന്നാറിൽ നിന്ന് അടിച്ച് വട്ടവടയിലും പെട്രോൾ പമ്പില്ല. അതെല്ലാവരും ഓർത്ത് വെച്ചോണം. നേരെ ഇറങ്ങിയപ്പോൾ നമുക്ക് അങ്ങോട്ട് പൊക്കോണ്ടിരുന്നപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലം മേടിച്ച് വീട് വെച്ചാൽ എന്താണെന്നായിരുന്നു. കാരണം അത്രയും അടിപൊളി സ്ഥലം. ഈ വെയിൽ കണ്ടില്ലേ, ഈ വെയിലത്ത് പോലും ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പായിരുന്നു. നന്ദു സോനും കോട്ട് തന്നെ ഇട്ടുകൊണ്ടാണ് വന്നത്, കാരണം തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പോലും. ഞാൻ പിന്നെ കോട്ട് 2 ദിവസം കൊണ്ട് കോട്ടൊക്കെ ഇട്ടില്ലയോ എന്നൊക്കെ ഓർത്ത് ഞാൻ പിന്നെ കോട്ടൊക്കെ അങ്ങ് ഇടാതിരുന്നു. കാരണം ഇടയ്ക്കൊക്കെ നമ്മൾ കോട്ടില്ലാതെ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ ഇതാണ് നമ്മൾ ആദ്യം കാണിച്ച ആ കടയിൽ നിന്നാണ് നല്ല ഇഡലി. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, നന്ദു ഭയങ്കര ബഹളമായിപ്പോയി. പിന്നെ ഈ ഡാം കണ്ടില്ലേ, ഈ ഡാം എല്ലാവരും ഇറങ്ങി നിന്ന്. നന്ദു ഉള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങില്ല, റിസ്ക് എടുക്കാൻ വയ്യായിരുന്നു. നന്ദു നമ്മുടെ സാധാരണ പോലെ അല്ല, ചിലപ്പോൾ ഓടുകയും ഡാമിൽ കയറി ചാടുകയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നില്ലയോ. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളെല്ലാം ഈ സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും മേടിച്ചില്ല. ഓൾറെഡി നമ്മൾ ഇവിടുന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. മാങ്ങ ഉപ്പിലിട്ടത് അവിടുന്ന് മേടിക്കുകയും ചെയ്തു.
വേറെ ഒന്നും കാര്യമായിട്ട് മേടിച്ചില്ല. രാവിലെ ഇഡലിയൊക്കെ കഴിച്ചല്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് യാത്ര തുടങ്ങി. പിന്നെ ഇനി അങ്ങോട്ട് കാടാണ്. കാട്ടിൻ്റെ നടുവിലൂടെയുള്ള യാത്ര. അയ്യോ, കിടിലം ഭയങ്കര രസമായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മൾ വട്ടവടയിൽ വന്ന് റൂം എടുത്തു. റൂം ഭയങ്കര തണുപ്പാണ്. നല്ല കോടയും കണ്ടില്ലേ, നല്ല കോടയൊക്കെ ആയിട്ട് ചെറുതായിട്ട് മഴ. എന്ത് രസമായിരുന്നു അവിടെ. അയ്യോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു വട്ടമെങ്കിലും പോയിട്ടില്ലെങ്കിൽ പോകണം കേട്ടോ. അത്രയും കിടിലൻ സ്ഥലമാണ്, കിടിലൻ ക്ലൈമറ്റാണ്. ഈ വീഡിയോസിൽ പറയുന്ന പോലെ യാതൊരു തിരക്കുമില്ല, യാതൊരു ട്രാഫിക് ബ്ലോക്കും കുന്തോ ഒന്നുമില്ല. കണ്ടില്ലേ, മഴയായിരുന്നു. മഴയാണോ മഞ്ഞാണോ ഐസാണോ വീഴുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത്രയും കിഡ്ലൂസ്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് ദാണ്ട് ഈ സംഭവം എന്താണെന്നറിയാം. അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ബോണ്ട അല്ല, വേറെ എന്തോ ഒരു സാധനം. എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തൊക്കെ അറിയാവുന്നവർ. എനിക്കറിയത്തില്ല കേട്ടോ. ഞാനാണെങ്കിൽ ചായ കുടിച്ചു. രാവിലെ ഒരു 7 മണി പരുവത്തിന് ആ മഴയ്ക്കകത്ത് നിന്നിട്ട് ഒരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, അത് വേറെ ലെവൽ. അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. കാരണം അമ്പലത്തിൽ ഞാൻ എപ്പോഴും സാരി എടുത്തുകൊണ്ട് പോകുന്നത്. സാരി എടുക്കാഞ്ഞുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഷോപ്പിൽ കയറി വീണ്ടും ചായയും ബിസ്ക്കറ്റും. ഒരു ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ട് നന്ദുവിനെ കൊണ്ട് പൊട്ടിച്ചു. ഞാൻ നന്ദു കൂടി ഇങ്ങനെ ഊതി നോക്കുകയാണെങ്കിൽ പുക വരുന്നുണ്ടോ എന്ന്. പക്ഷേ പുക വരുന്നുണ്ട്, വീഡിയോയിൽ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ ഇതാണ് നമ്മുടെ വട്ടവടയുടെ പ്രകൃതി ഭംഗി. നമ്മളവിടുത്തെ സ്ട്രോബെറി പിഴിച്ച്, പിന്നെ ലിച്ചി കഴിച്ചിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? എൻ്റെ പൊന്നോ, കിഡിലെ സാധനം മസ്റ്റായി അവിടെ ഉറപ്പായിട്ടും മേടിക്കണം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എത്രയും മേടിച്ചിട്ടുണ്ട്, ബാക്കി മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പം മേടിച്ചുകൊണ്ട് വരും. നമുക്ക് സ്ട്രോബെറി തൂക്കി മേടിക്കാം. ഇവിടെ ആണെങ്കിൽ സ്ട്രോബെറിക്ക് ഒരു ചെറിയ ബോക്സിന് 200 രൂപയാണ്. പക്ഷെ അവിടെ 1 കിലോളം സ്ട്രോബെറിക്ക് വെറും 200 രൂപ ഉള്ളായിരുന്നു. അതുകൊണ്ട് സ്ട്രോബെറിയും ഈ കാണുന്ന അവിടെ മാത്രം ഉണ്ടാവുന്ന എന്തോ പേരക്കയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പേരക്ക 50 രൂപയ്ക്ക് 1 കിലോ, 1 കിലോ പേരക്കയ്ക്ക് 100 രൂപ കണ്ടാണ്. 50 രൂപയ്ക്ക് അതും മേടിച്ചിട്ട് തിരിച്ച് നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ വിശേഷം അതിനകത്ത് കാണാം. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.